ദൈവം തങ്ങളോട് സംസാരിച്ചു എന്ന് അവകാശപ്പെട്ടു വരുന്ന അനേകരെ നാം ഇന്നാളുകളിൽ നമ്മുടെ നാട്ടിലൊക്കെ കാണാറുണ്ട്. അവർ പറയുന്നത് പോലെ ദൈവശബ്ദം ഇന്ന് കേൾക്കുവാൻ കഴിയുമോ? നമുക്കൊന്ന് നോക്കാം. വിശുദ്ധ പൗലോസ് ഗലാത്യ സഭകൾക്ക് ലേഖനം എഴുതുമ്പോൾ ബോധപൂർവം തൻ്റെ അപ്പോസ്തോലത്വത്തെ പ്രതിരോധിക്കുന്നത് നാം കാണുന്നു. പൗലോസ് പഠിപ്പിച്ച കൃപയാലുള്ള ആത്മരക്ഷ എന്ന ഉപദേശം ശരിയല്ല. യഹൂദ മതത്തിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കൂടി ഉണ്ടെങ്കിലേ ആത്മരക്ഷ സാധിക്കൂ എന്ന് പഠിപ്പിച്ച യഹൂദ മതാനുസാരികളുടെ ശക്തമായ വാദം പൗലോസിന് ആര് അധികാരം നൽകി എന്നുള്ളതായിരുന്നു. ആരാണ് അവനെ അപ്പോസ്തോലനാക്കി വെച്ചത്? അതിനുള്ള മറുപടിയായി പൗലോസ് പറഞ്ഞത്, കർത്താവായ യേശു നേരിട്ട് തന്നെ തനിക്ക് ഈ ഉത്തരവാദിത്വം തന്നു, അവൻ തന്നെ നേരിട്ട് തന്നെ പഠിപ്പിച്ചു എന്നത്രേ. അത് അങ്ങനെ തന്നെ ആയിരുന്നു എന്ന് അവൻ്റെ ജീവിതവും മറ്റ് അപ്പോസ്തലന്മാരുടെ സാക്ഷ്യവും തെളിയിക്കുന്നു എന്ന് പൗലോസ് വ്യക്തമാക്കി. അങ്ങനെയെങ്കിൽ ദൈവം അവനോട് എങ്ങനെയായിരിക്കും സംസാരിച്ചത് എന്നതാണ് അനേകരുടെയും സംശയം. കർത്താവ് നേരിട്ട് സംസാരിച്ചു എന്നല്ലേ പൗലോസ് പറഞ്ഞത്? പിന്നെ സംശയിക്കേണ്ടതുണ്ടോ? നേരിട്ട് സംസാരിച്ചു. ഒരു പ്രാവശ്യമല്ല, അനേകം പ്രാവശ്യം കർത്താവ് നേരിട്ട് സംസാരിച്ചതായി പൗലോസ് സാക്ഷിച്ചിട്ടുണ്ട്. ഇന്ന് ദൈവം സംസാരിക്കുന്ന വിധം അതിൽ നിന്നും വിഭിന്നമാണ്. നേരിട്ട് സംസാരിക്കുവാൻ അവന് കഴിയില്ല എന്നല്ല ഞാൻ അർത്ഥമാക്കിയത്. ഇന്ന് ദൈവം സംസാരിക്കുന്നത് തൻ്റെ വചനത്തിലൂടെയാകുന്നു. വചനത്തിൻ്റെ അടിസ്ഥാനത്തിലല്ലാത്ത ഒന്നും ദൈവം സംസാരിച്ചതായി അവകാശപ്പെടുവാൻ സാധിക്കില്ല. വിശുദ്ധ പൗലോസിൻ്റെ അനുഭവങ്ങൾ തന്നെ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഗലാത്യ ലേഖന പഠനം നാം ആരംഭിച്ചിരുന്നല്ലോ. എങ്ങനെയുണ്ട്? പ്രയോജനപ്രദമാകുന്നു എന്ന് വിശ്വസിക്കുന്നു. 1-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം വരെ നാം ചിന്തിച്ചു. വളരെ രൂക്ഷമായ ചില വിമർശനങ്ങൾ പൗലോസ് കൊണ്ടുവരുന്നത് നാം കണ്ടു. എന്നാൽ അതൊക്കെ അതിൻ്റേതായ അർത്ഥത്തിലും അതിൻ്റേതായ ആഴത്തിലും മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കണം. ഇന്ന് ഗലാത്യ ലേഖനം 1-ാം അധ്യായം 10 മുതൽ 14 വരെയുള്ള വാക്യങ്ങളാണ് നാം ചിന്തിക്കുവാൻ പോകുന്നത്. ആ ഭാഗം എടുത്താട്ടെ. ഗലാത്യ ലേഖനം 1-ാം അധ്യായം 10-ാം വാക്യം. പൗലോസ് വളരെ ശക്തമായ ഭാഷയിൽ ഗലാത്യയിലെ വിശ്വാസികളോട് പ്രതികരിക്കുകയാണ്. അവർ പൗലോസ് പറഞ്ഞ സത്യസുവിശേഷത്തിൽ നിന്നും വിട്ട് തങ്ങൾ കേട്ടതായ വേറൊരു സുവിശേഷത്തിലേക്ക് മറിഞ്ഞതുകൊണ്ട് അവൻ അവരെ ശാസിക്കുന്നത് നാം കണ്ടു കഴിഞ്ഞു. 1-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ ഭാഗത്ത് നാം കണ്ടത്, അവൻ പറയുകയാണ്, ഞാൻ മുൻ പറഞ്ഞതുപോലെ ഞാൻ ഇപ്പോൾ പിന്നെയും പറയുന്നു, നിങ്ങൾ കൈക്കൊണ്ട സുവിശേഷത്തിന് വിപരീതമായി ആരെങ്കിലും നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. 10-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ഇപ്പോൾ ഞാൻ മനുഷ്യരെയോ ദൈവത്തെയോ സന്തോഷിപ്പിക്കുന്നത് അല്ല, ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ നോക്കുന്നുവോ? ഇന്നും ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നു എങ്കിൽ ക്രിസ്തുവിൻ്റെ ദാസനായിരിക്കുകയില്ല. ഇവിടെ സന്തോഷിപ്പിക്കുക എന്ന വാക്കിൻ്റെ അർത്ഥം മിത്രമാക്കുക എന്നാണ്. സുവിശേഷ ഘോഷണം നഷ്ടപ്പെട്ട മനുഷ്യനെ പ്രീതിപ്പെടുത്തേണ്ടതിനല്ല. ഒരു മനുഷ്യനും ദൈവത്തെയും മനുഷ്യനെയും ഒരുപോലെ പ്രീതിപ്പെടുത്തുവാൻ സാധ്യമല്ല. കൃപയുടെ സുവിശേഷം താങ്കൾ ഇന്ന് പ്രസംഗിക്കുന്നുവെങ്കിൽ താങ്കൾ കുഴപ്പത്തിലായേക്കാം. കാരണം അത് പാപികൾ വെറുക്കുന്ന ദൈവകൃപയുടെ സുവിശേഷമാണ്. അത് ഒരു കുറുക്കുവഴിയിലൂടെ നേടുവാൻ സാധിക്കുന്ന ഒന്നല്ല. സഭയുടെ അംഗങ്ങളായ പല ആളുകൾ പോലും ഈ സുവിശേഷം കേൾക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. ജഡത്തിന് അനുയോജ്യമായ രസം പകരുന്ന സന്ദേശങ്ങളാണ് എല്ലാവർക്കും ഇന്ന് വേണ്ടത്. കൃപയുടെ സുവിശേഷം നമ്മെ പൊടിയിൽ തള്ളിയിടുകയും ദൈവത്തിനു മുൻപിൽ യാചകരാക്കുകയും അതെ ഭിക്ഷക്കാരാക്കുകയും ചെയ്യും. പ്രകൃത്യാ മനുഷ്യൻ അനുഷ്ഠാനങ്ങൾക്കും നിയമസിദ്ധാന്തങ്ങൾക്കും ചെവി കൊടുക്കുന്ന വ്യക്തികളാണ്. അവന് ഒരു രക്ഷകനെ ആവശ്യമാണെന്ന് അവൻ വിചാരിക്കുന്നില്ല. അവന് ആവശ്യമായതൊരു സഹായിയെയാണ്. ന്യായപ്രമാണം പ്രസംഗിക്കുന്നവർ സർവസമ്മതരാണ്, അവർ പ്രസിദ്ധരാണ്. എന്നാൽ
കൃപയുടെ സുവിശേഷം പറഞ്ഞാൽ അത് അംഗീകരിക്കുവാൻ മനുഷ്യന് ബുദ്ധിമുട്ടാണ്. ഒരു ക്രിസ്തീയ ജീവിതം നയിക്കാൻ പോലും ദൈവം താങ്കളോട് ആവശ്യപ്പെടുന്നില്ല. ശ്രദ്ധിക്കുക, വാസ്തവത്തിൽ താങ്കൾ അതിന് കഴിവില്ലാത്ത, താങ്കൾക്കതിന് സാധ്യമല്ലാത്ത ഒരു അവസ്ഥയിലാണ്. ദൈവം താങ്കളിൽ കൂടി ജീവിക്കുന്നതിന് മാത്രമാണ് അവൻ ആവശ്യപ്പെടുന്നത്. ഗലാത്യ ലേഖനം അതാണ് പഠിപ്പിക്കുന്നത്. പക്ഷേ ആദ്യമായി നാം പാപികളായി തന്നെ അവൻ്റെ അടുക്കലേക്ക് രക്ഷയ്ക്കായി കടന്നു ചെല്ലണം. നമ്മുടെ സഭകൾ രക്ഷ അറിഞ്ഞിട്ടില്ലാത്ത ആളുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. കാരണം എന്താണെന്നറിയാമോ? അവർ ഒരിക്കലും യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചിട്ടില്ല. അവർ ചിന്തിക്കുന്നത് അവർക്ക് എന്തൊക്കെയോ ദൈവത്തിനായി കൊടുക്കുവാൻ കൈവശമുണ്ട് എന്നാണ്. എൻ്റെ സുഹൃത്തെ, താങ്കൾക്കൊന്നും തന്നെ ദൈവത്തിന് കൊടുക്കുവാനില്ല. അവിടുന്ന് താങ്കൾക്ക് തരുവാൻ, അതെ, വളരെയധികം തരുവാൻ, അനുഗ്രഹങ്ങൾ തരുവാൻ ആഗ്രഹിക്കുന്നു. അവനാണ് താങ്കൾക്ക് വേണ്ടി മരിച്ചത്. അവനാണ് ആ വലിയ അനുഗ്രഹം താങ്കൾക്ക് തരുവാൻ മതിയായവൻ. റോമാലേഖനം 6-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യം നമുക്കറിയാമല്ലോ. പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ. എന്നാൽ ദൈവത്തിൻ്റെ കൃപാവരമോ ക്രിസ്തുയേശുവിൽ നിത്യജീവനാണ്. അത് അത്രയും ലളിതമാണ്. താങ്കൾ യേശുക്രിസ്തുവിനെ താങ്കളുടെ രക്ഷകനായി സ്വീകരിച്ചിട്ടുണ്ടോ? മനുഷ്യൻ്റെ മനസാക്ഷി ന്യായപ്രമാണത്തോട് പ്രതികരിക്കുന്നു. നിയമപരമായ വിശ്വാസം അത് പ്രവൃത്തികളിലേക്ക് മാത്രം നയിക്കും. താൻ വേണ്ടതുപോലെ ചെയ്യുന്നില്ല എന്നുള്ള കാരണത്താൽ എന്തെങ്കിലുമൊക്കെ കൊടുത്ത് ദൈവത്തെ പ്രസാദിപ്പിച്ച്, അല്ലെങ്കിൽ നല്ല പ്രവൃത്തികൾ ചെയ്ത് തൻ്റെ സ്വന്തം പാപത്തിനെതിരായി അത് തുലനം ചെയ്ത് അത് നേടിയെടുക്കുവാനായിട്ട് അവൻ ശ്രമിക്കും. അഥവാ ദൈവത്തെ ആ ഭാഗത്തേക്ക് ചായ്ക്കുവാൻ ശ്രമിക്കും. പൗലോസും അങ്ങനെ ചെയ്തതായി നമുക്കറിയാമല്ലോ. തനിക്ക് എന്തെങ്കിലുമൊക്കെ നല്ല കാര്യം ചെയ്യുവാൻ സാധിച്ച ആ ഭാഗത്ത് വലിയൊരു മുതൽക്കൂട്ട് തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ ഒരു ദിവസം ക്രിസ്തുവിലേക്ക് അവൻ വന്നു. അപ്പോൾ അവൻ പറഞ്ഞു, എനിക്ക് ലാഭമായിരുന്നതെല്ലാം ക്രിസ്തു നിമിത്തം ഞാൻ ഛേദമെന്നെണ്ണുന്നു എന്ന്. ഇന്ന് പരിശുദ്ധാത്മാവ് കൃപയ്ക്ക് സാക്ഷ്യം നിൽക്കുന്നു. വിശ്വാസത്തിലേക്ക് നയിക്കുന്ന സുവിശേഷത്തിൻ്റെ തീർപ്പാണത്. മനുഷ്യൻ്റെ വീഴ്ച ന്യായപ്രമാണം നിരസിക്കുന്നു. അത് കായീൻ്റെ ചിന്താഗതി. കൃപ മനുഷ്യൻ്റെ വീഴ്ചയെ അംഗീകരിക്കുന്നു. ഹാബേൽ ദൈവത്തിന് വഴിപാട് കൊണ്ടുവന്നത് അതിന് തെളിവാണ്. ഇനിയും നാം 11-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ പഠനം മറ്റൊരു വിഷയത്തിലേക്കാണ്, അതായത് പൗലോസിൻ്റെ അറേബ്യൻ അനുഭവത്തിലേക്കാണ് ചെന്നെത്തുന്നത്. യെരുശലേമിലും അന്ത്യോക്യയിലും ഉണ്ടായ അവൻ്റെ അനുഭവങ്ങൾ അവൻ വിവരിക്കുന്നു. 11-ാം വാക്യം ഞാൻ വായിക്കട്ടെ. സഹോദരന്മാരെ, ഞാൻ അറിയിച്ച സുവിശേഷം മാനുഷമല്ല എന്ന് നിങ്ങളെ ഓർപ്പിക്കുന്നു. പൗലോസ് ഒരു പ്രാവശ്യം കൂടി പറയുകയാണ് താൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ഒരു അപ്പോസ്തലനാകുന്നുവെന്ന്. പൗലോസ് താൻ പ്രസംഗിച്ച സുവിശേഷം മനുഷ്യരിൽ നിന്ന് ലഭിച്ചതല്ല. യഹൂദ വിശ്വാസികൾ പൗലോസിൻ്റെ പ്രസംഗം മാത്രമല്ല ചോദ്യം ചെയ്തത്, അവൻ്റെ അപ്പോസ്തലത്വത്തെയും ചോദ്യം ചെയ്തു എന്നുള്ള കാര്യങ്ങൾ നാം കണ്ടു. അവൻ 12 അപ്പോസ്തലന്മാരിൽ ഒരുവനല്ലല്ലോ. ഒരു അപ്പോസ്തോലൻ എന്ന നിലയ്ക്ക് പൗലോസിൻ്റെ അധികാരത്തിന്മേൽ അവർ സംശയം ഉന്നയിച്ചു. തൻ്റെ അപ്പോസ്തോലത്വം യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാടിനാൽ നേരിട്ടുള്ള വിളിയിന്മേലാണ് ആധാരമായിരിക്കുന്നതെന്ന സത്യം പൗലോസ് അവരെ കാണിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. പൗലോസ് പ്രസംഗിച്ച സുവിശേഷം ആശ്ചര്യകരമായ ഒന്ന് തന്നെയായിരുന്നു. തൻ്റെ ഓരോ ലേഖനങ്ങളിലും ഉൾപ്പെടുത്തിയിരിക്കുന്ന ഈ വലിയ ആശയങ്ങൾ പൗലോസിന് എവിടെ നിന്ന് കിട്ടി? അത് അവൻ്റെ ബുദ്ധിയിൽ നിന്നും ഉരുത്തിരിഞ്ഞതാണോ? അവനത് കെട്ടിച്ചമച്ചതാണോ? ആരാണ് പറഞ്ഞതെന്നറിയാത്ത എങ്ങോ നിന്ന് പൗലോസിന് കിട്ടിയ ഒരു കൂട്ടം ആശയങ്ങളാണോ? യെരുശലേമിലുണ്ടായിരുന്ന മറ്റപ്പോസ്തലന്മാരിൽ നിന്നും പൗലോസ് പഠിച്ച കാര്യങ്ങളാണോ ഇത്? ആരോ പറഞ്ഞു, പൗലോസ് അന്നത്തെ ഗ്രീക്ക് തത്വശാസ്ത്രവും യഹൂദ ന്യായപ്രമാണവും കൂട്ടിച്ചേർത്ത് അരിച്ചെടുത്ത ഒരു ചിന്താഗതിയാണ് തൻ്റെ ലേഖനങ്ങളിൽ പറഞ്ഞിരിക്കുന്നതെന്ന്. ഇതിൽ എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ? പൗലോസ് തന്നെ നമ്മുടെ ആ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നതാണ്. 11ഉം 12ഉം വാക്യങ്ങളിൽ നാം കാണുന്നത്, സുവിശേഷം എന്ന് പറഞ്ഞ് നാം കേൾക്കാറുള്ള മറ്റ് കാര്യങ്ങളെ അളക്കേണ്ട ഒരു അളവുകോലായി പൗലോസിൻ്റെ സുവിശേഷം നിലകൊള്ളുന്നതിന് കാരണം അത് മനുഷ്യൻ്റെ കണ്ടുപിടുത്തമല്ല. പൗലോസിന് പറയുവാൻ കഴിയുന്നത്, ഞാനത് പ്രസംഗിച്ചു, എന്നാൽ ഞാനത് കണ്ടുപിടിച്ചിട്ടില്ല എന്നാണ്. ഞാനൊരു മനുഷ്യനിൽ നിന്ന് പ്രാപിച്ചതല്ല അത്. തലമുറ തലമുറയായി കൈമാറി വന്ന ഒരു പാരമ്പര്യമായി ഞാൻ മനസ്സിലാക്കിയതല്ല ഞാൻ പ്രസംഗിച്ചത്. ആരെങ്കിലും മനുഷ്യർ ഈ പറഞ്ഞതെന്നെ പഠിപ്പിച്ചതുമല്ല, മറിച്ച് യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാടിനാൽ
വന്നതാണത്. യേശുക്രിസ്തു നേരിട്ട് വെളിപ്പെടുത്തി കൊടുത്തതാണ്. ആ അർത്ഥമാണിവിടെ. 12-ാം വാക്യത്തിലേക്ക് നാം വരുമ്പോൾ നാം കാണുന്നത്, അത് മനുഷ്യരോട് ഞാൻ പ്രാപിച്ചിട്ടില്ല, പഠിച്ചിട്ടുമില്ല, യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാടിനാൽ അത്രേ പ്രാപിച്ചത്. പൗലോസ് തൻ്റെ അപ്പസ്തോലത്വം സ്വീകരിച്ചത് ഒരു പാഠശാലയിൽ നിന്നല്ല, തലയിൽ കൈവച്ചതിനാലോ നിയുക്തമാക്കപ്പെട്ടതിനാലോ അല്ല. പൗലോസിൻ്റെ ഈ പദവി യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാടിനാൽ നേരിട്ട് ലഭിച്ചതാണ്. വെളിപ്പാട് പുസ്തകവും ഇതേ വാക്കിനാൽ വിളിക്കപ്പെടുന്നു, വെളിപ്പാട്. വെളിപ്പാട് പുസ്തകം പോലെ തന്നെ സുവിശേഷവും ഒരു വെളിപ്പാടാണ്. സുവിശേഷം പൗലോസിന് മറനീക്കി ലഭിക്കപ്പെട്ടു. പത്രോസിനാലോ യാക്കോബിനാലോ മറ്റേതെങ്കിലും ഒരു നേതാവിനാലോ അല്ല അവൻ അപ്പസ്തോലനായത്. യേശുക്രിസ്തുവിനാൽ നേരിട്ട് വിളിച്ചാക്കപ്പെട്ടതിനാലാകുന്നു അവൻ ഒരു അപ്പസ്തോലനായത്. നമുക്കിന്ന് വെളിപ്പാട് പ്രാപിക്കുവാൻ സാധിക്കും എന്നോർക്കണം. ഓരോ വിശ്വാസിക്കും ആവശ്യമായിരിക്കുന്നത് ഇതേ ഉറപ്പാണ്. ഇത് ഒരിക്കലും മനുഷ്യരിൽ നിന്നും പ്രാപിക്കുവാനോ പഠിക്കുവാനോ സാധ്യമല്ല. യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാടിനാൽ ലഭിക്കേണ്ടതാണ്. അങ്ങനെ യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാടിനാൽ ലഭിച്ചെങ്കിൽ മാത്രമേ യഥാർത്ഥ വിശ്വാസത്തോട് മുൻപോട്ട് പോകുവാൻ സാധിക്കൂ. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ആത്മീക അധികാരം ഉണ്ടായിരിക്കൂ. ഇന്ന് അനേകർക്കും തങ്ങളുടേതെന്ന് പറയത്തക്ക ഒരു നിലപാടില്ലാത്തതിനാൽ വിശ്വാസത്തിൽ പതറിപ്പോവുകയാണ്. തങ്ങൾ വിശ്വസിക്കുന്നത് പലതും എന്തുകൊണ്ട് അങ്ങനെ വിശ്വസിക്കുന്നു എന്നവർക്കറിയില്ല. തങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു എന്ന ഒരു വ്യക്തമായ ധാരണ അവർക്കില്ല. എന്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു, അല്ലെങ്കിൽ ദൈവം കോപിച്ചാലോ എന്ന് കണ്ട് പ്രാർത്ഥിക്കുന്നു. എന്തുകൊണ്ട് ആരാധിക്കുന്നു, എല്ലാവരും ആരാധനയ്ക്ക് പോകുന്നതിനാൽ ആരാധിക്കുന്നു. എന്തുകൊണ്ട് ഇന്ന കാര്യം ചെയ്യാതിരിക്കുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇന്ന കാര്യം ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ വ്യക്തമായൊരു നിലപാടില്ല. ഇതിൻ്റെ കാരണം യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാട് പ്രാപിച്ചിട്ടില്ല എന്നതത്രേ. അങ്ങനെ പറയുമ്പോൾ പലരും ചോദിക്കാറുണ്ട്, അതെങ്ങനെയാണ് യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാട് ലഭിക്കുന്നതെന്ന്. പൗലോസിന് വെളിപ്പെട്ടതുപോലെ ഒരു വെളിപ്പാട് ഉണ്ടാകുമോ? പൗലോസിനോട് കർത്താവ് നേരിട്ട് ഇടപെട്ടതായി പൗലോസ് പറയുന്നു. അവൻ കർത്താവിനെ കണ്ടതായി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ന് അതുപോലെ പുതിയ വെളിപ്പാടുകൾ ഒരു വിശ്വാസിക്കും ഉണ്ടാകുന്നില്ല സുഹൃത്തെ. ഇന്ന് ദൈവവചനമാണ് നമുക്കുള്ളത്. അതിൽ വെളിപ്പെടുത്തിയിരിക്കുന്നവ നമ്മുടെ ബുദ്ധിക്ക് പ്രകാശിപ്പിക്കുകയാണ് ദൈവത്തിൻ്റെ ആത്മാവ് ചെയ്യുന്നത്. തങ്ങൾക്ക് എന്തെങ്കിലും പുതിയ വെളിപ്പാടുകൾ ഉണ്ടായി എന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഇന്നത് സത്യമാകേയില്ല. ദൈവവചനത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നവ മനസ്സിലാക്കുവാൻ നമ്മുടെ ആത്മീക കണ്ണുകളെ പരിശുദ്ധാത്മാവ് പ്രകാശിപ്പിക്കുകയാണ് ഇന്ന് ചെയ്യുന്നത്. ദൈവവചനം എത്രമാത്രം പ്രധാനപ്പെട്ടതാകുന്നു എന്ന് ഓരോ വിശ്വാസിയും ഗ്രഹിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് ഈ വചനം പൂട്ടിക്കെട്ടി വെച്ചിട്ട് വേറൊരു വെളിപ്പാടിനായി കാത്തിരിക്കുകയാണ്. വചനത്തിലൂടെ നാം ഗ്രഹിക്കുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മുടെ ആത്മീക ജീവിതത്തിൽ നമുക്ക് ഉറപ്പും ധൈര്യവും തരൂ. ഈ വലിയ സത്യത്തിൽ നിന്നും നമ്മെ വ്യതിചലിപ്പിക്കുവാൻ ശത്രു പരമാവധി ശ്രമിക്കുന്നു എന്നോർക്കണം. ആരെങ്കിലും മനുഷ്യർ പറഞ്ഞതുകൊണ്ടോ മനുഷ്യർ പഠിപ്പിച്ചതുകൊണ്ടോ മനുഷ്യരെ പേടിച്ചോ അല്ല ഞാൻ അങ്ങനെ ചെയ്യുന്നത്, അല്ലെങ്കിൽ ചെയ്യാതിരിക്കുന്നത്. പിന്നെയോ ദൈവവചനത്തിലൂടെ ഞാനത് ഗ്രഹിച്ചത് കൊണ്ടാണ്. അങ്ങനെ ആരെങ്കിലും പറയുമ്പോൾ ഉണ്ടാകാവുന്ന ഒരു ചോദ്യത്തിന് പൗലോസ് മുൻകൂട്ടി മറുപടി നൽകുകയാണ്. അതായത്, ആർക്കു വേണമെങ്കിലും പറയാമല്ലോ തങ്ങൾ ദൈവത്തിൽ നിന്നും വെളിപ്പാട് പ്രാപിച്ചവരാകുന്നു എന്ന്. തങ്ങൾ പറയുന്നത് ദൈവത്തിൻ്റെ വചനമാകുന്നു, അല്ലെങ്കിൽ ദൈവം നേരിട്ട് സംസാരിച്ച കാര്യമാകുന്നു എന്ന് ഞാൻ പറയുമ്പോൾ, അല്ലെങ്കിൽ ദൈവം എന്നെ പ്രത്യേകം നിയോഗിച്ചതാകുന്നു എന്ന് ഞാൻ പറയുമ്പോൾ, അതിനകത്ത് യാഥാർത്ഥ്യം എങ്ങനെ കണ്ടുപിടിക്കുവാൻ സാധിക്കും? ഇന്നങ്ങനെ പറയുന്ന എത്രയോ വിരുദ്ധന്മാരുണ്ട്. ഇങ്ങനെ പല വിധത്തിൽ അവകാശപ്പെട്ടുകൊണ്ട് അനേകർ നമ്മുടെ ഇടയിൽ വരാറുണ്ട്. തങ്ങൾ ദൈവമക്കളല്ല എന്ന് ആരാണ് പറയുന്നത്? എത്ര മോശമായി ജീവിക്കുന്നവർ പോലും തങ്ങൾ നേരെ സ്വർഗത്തിലേക്കാണ് എന്ന മട്ടിലാണ് ജീവിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ പൗലോസിൻ്റെ അവകാശപ്പെടലിൻ്റെ നിജസ്ഥിതി നാം എങ്ങനെ അറിയും? അതിന് പൗലോസ് തന്നെ നൽകുന്ന വിശദീകരണമാകുന്നു അടുത്ത വാക്യങ്ങളിൽ കാണുന്നത്. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഇന്ന് തന്നെ ഞങ്ങളെ വിളിച്ചറിയിക്കുക. വിളിക്കേണ്ട നമ്പർ 8281384455. ഇന്നത്തെ പ്രോഗ്രാം താങ്കൾക്ക് ഇഷ്ടപ്പെട്ടുവോ?
എങ്കിൽ ഉടൻ തന്നെ ഞങ്ങൾക്കൊരു മിസ് കോൾ തരിക. അടുത്ത വിജയി ഒരുപക്ഷെ താങ്കളായിരിക്കാം. നിങ്ങൾ ഞാൻ അവകാശപ്പെട്ടത് ശരിയാകുന്നു എന്ന് മനസ്സിലാക്കുവാൻ മറ്റെങ്ങും പോകേണ്ടതില്ല. ഒന്നാമതായി എൻ്റെ പണ്ടത്തെ ജീവിതവും ഇപ്പോഴത്തെ ജീവിതവും തമ്മിൽ ഒന്ന് താരതമ്യപ്പെടുത്തുക. 13-14 വാക്യങ്ങൾ അവൻ പറയുന്നു, യഹൂദ മതത്തിലെ എൻ്റെ മുമ്പത്തെ നടപ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാൻ ദൈവത്തിൻ്റെ സഭയെ അത്യന്തം ഉപദ്രവിച്ചു മുടിക്കുകയും എൻ്റെ പിതൃപാരമ്പര്യത്തെക്കുറിച്ച് അത്യന്തം എരിവേറി എൻ്റെ സ്വജനത്തിൽ സമപ്രായക്കാരായ പലരെക്കാളും യഹൂദ മതത്തിൽ അധികം മുതിരുകയും ചെയ്തു പോന്നു. അതേ സുഹൃത്തെ, ഇവിടെ പൗലോസ് പറയുന്നത് എൻ്റെ മുമ്പത്തെ നടപ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്നാണ്. താൻ വളർന്നു വന്നതായ മതത്തെ പൗലോസ് ഇപ്പോൾ വിളിക്കുന്നത് യഹൂദന്മാരുടെ മതം എന്നാണ്. പൗലോസ് യഹൂദ മതത്തിലല്ല, യഹൂദ മതത്താലുമല്ല രക്ഷിക്കപ്പെട്ടത്, യഹൂദ മതത്തിൽ നിന്നത്രേ. നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ടതിനെ മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തുവാനുള്ള ഏറ്റവും ഫലപ്രദവും ആധികാരികവുമായ മാർഗം സ്വന്തം ജീവിതത്തിലെ മാറ്റങ്ങളാകുന്നു. ശ്രദ്ധിക്കണേ, ലഭിച്ച അറിവിന് അഥവാ പ്രസംഗിക്കുന്ന കാര്യങ്ങൾക്കനുസരിച്ച് സ്വന്തം ജീവിതത്തിൽ മാറ്റമില്ല എങ്കിൽ അധികം പ്രസംഗിക്കേണ്ടതായി വരില്ല. കാരണം ആരും നിങ്ങൾ പറയുന്നത് അംഗീകരിക്കില്ല. അഥവാ ആദ്യം അംഗീകരിച്ചാൽ തന്നെ സത്യം പുറത്തു വരുമ്പോൾ എല്ലാം തകിടം മറിയും. പൗലോസ് പറയുന്നത് താൻ സഭയെ വളരെ ഉപദ്രവിച്ചവനായിരുന്നു എന്നത്രേ. താൻ വെറുത്തിരുന്നതിനെ അംഗീകരിക്കണമെങ്കിൽ, അതിനുവേണ്ടി ജീവൻ നൽകുവാനും തയ്യാറാകണമെങ്കിൽ തനിക്ക് വ്യക്തമായ വെളിപ്പാട് ഉണ്ടായതല്ലേ കാരണം? അതും വെറും സാധാരണക്കാരനായിരുന്നില്ല പൗലോസ്. 15 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നു, എങ്കിലും എൻ്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ച് തൻ്റെ കൃപയാൽ വിളിച്ചിരിക്കുന്ന ദൈവം തൻ്റെ പുത്രനെക്കുറിച്ചുള്ള സുവിശേഷം ഞാൻ ജാതികളുടെ ഇടയിൽ അറിയിക്കേണ്ടതിന് അവനെ എന്നിൽ വെളിപ്പെടുത്തുവാൻ പ്രസാദിച്ചപ്പോൾ ഞാൻ മാംസരക്തങ്ങളോട് ആലോചിക്കുകയോ എനിക്ക് മുമ്പേ അപ്പസ്തോലന്മാരായവരുടെ അടുക്കൽ യെരൂശലേമിലേക്ക് പോകുകയോ ചെയ്യാതെ നേരെ അറബിയിലേക്ക് പോകുകയും ദമസ്കോസിലേക്ക് മടങ്ങിപ്പോരുകയും ചെയ്തു. ദൈവം പ്രസാദിച്ചപ്പോൾ എന്ന പദം അർത്ഥമാക്കുന്നത് പൗലോസ് ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരമാണ് വിളിക്കപ്പെട്ടത് എന്നാണ്. മാംസരക്തങ്ങളോട് ആലോചന കഴിച്ചില്ല, അതായത് മനുഷ്യനിൽ നിന്നല്ല ലഭിച്ചത് എന്നാണ്. നേരിട്ട് കർത്താവിൽ നിന്നത്രേ അവൻ പ്രാപിച്ചത്. അതത്രേ പൗലോസ് ഇവിടെ പറയുന്നത്. ഒരു ആധുനികവാദി ഒരിക്കൽ പൗലോസിനെ കുറിച്ചൊരു പുസ്തകം എഴുതി. പൗലോസ് ഒരു വലിയ ബുദ്ധിജീവിയായിരുന്നു എന്ന് അയാൾ സമ്മതിക്കുന്നു. പൗലോസ് മോശയുടെ ന്യായപ്രമാണത്തിലും ഗ്രീക്ക് തത്വശാസ്ത്രത്തിലും ഉന്നത പാണ്ഡിത്യം പ്രാപിച്ചവനായിരുന്നു എന്ന് അയാൾ ചൂണ്ടിക്കാണിക്കുന്നു. അങ്ങനെ ഈ രണ്ട് തത്വങ്ങളും കൂട്ടിയിണക്കി ക്രിസ്തീയ മതവുമായി പൗലോസ് പുറത്തു വന്നു എന്നാണ് അയാളുടെ നിഗമനം. എന്നാൽ അങ്ങനെയല്ല തനിക്ക് സുവിശേഷം ലഭിച്ചതെന്ന് പൗലോസ് ഗലാത്യ ലേഖനത്തിൽ വ്യക്തമാക്കുന്നു. യേശുക്രിസ്തുവിൽ നിന്ന് വെളിപ്പെട്ട ആ വെളിപ്പാട് മുഖേനയാണ് തനിക്ക് സുവിശേഷം ലഭ്യമായത് എന്ന് പൗലോസ് പറയുന്നു. കഴിഞ്ഞ വാക്യങ്ങളിൽ പൗലോസ് തൻ്റെ സ്വന്തം ജീവിതത്തിലെ മാറ്റം കാണിച്ചുകൊണ്ട് ദുരുപദേഷ്ടാക്കന്മാരെ വെല്ലുവിളിച്ചു. തൻ്റെ മാനസാന്തരത്തിനു മുൻപ് താൻ എങ്ങനെയായിരുന്നു എന്ന് അവരോട് പറയുന്നു. എന്നാൽ ഇവിടെ മാനസാന്തരത്തിൽ സംഭവിച്ചതിനെക്കുറിച്ച് പറയുന്നു. മാനസാന്തരത്തിനു മുൻപുള്ള കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ എന്ന പ്രയോഗമാണ്. ഞാൻ സഭയെ ഉപദ്രവിച്ചു, ഞാനത് മുടിക്കുവാൻ നോക്കി, ഞാൻ യഹൂദ മതത്തിൽ, ഞാൻ. എന്നാൽ 15-16 വാക്യങ്ങളിൽ അവൻ ദൈവത്തെക്കുറിച്ചാണ് പറയുന്നത്. എന്നെ വിളിച്ച ദൈവം, വേർതിരിച്ച ദൈവം, പുത്രനെ വെളിപ്പെടുത്തിയ ദൈവം, അങ്ങനെ പോകുന്നു. അത് ദൈവം തന്നെ പ്രവർത്തിക്കുന്നതും അവൻ്റെ കൃപയുമാണ് ഇവിടെ ഊന്നി പറയുന്നത്. എൻ്റെ ജനനത്തിനു മുൻപ് വേർതിരിച്ചു, തൻ്റെ കൃപയാൽ വിളിച്ചു, തൻ്റെ പുത്രനെ വെളിപ്പെടുത്തുവാൻ ദൈവം പ്രസാദിച്ചു. അവൻ ഉപദ്രവിച്ചവൻ അവൻ്റെ കർത്താവായി. അതേ സുഹൃത്തെ, യേശുക്രിസ്തുവിങ്കിൽ നിന്ന് വെളിപ്പാട് പ്രാപിച്ചാൽ ഈ പറഞ്ഞ മാറ്റങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ പ്രകടമാകും. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദൈവഹിതം നിറവേറ്റുക എന്നുള്ളത് മാത്രമായിരിക്കും. അതിനുണ്ടാകുന്ന എതിർപ്പുകളോ ബുദ്ധിമുട്ടുകളോ ഒരു പ്രശ്നമാക്കില്ല. പൗലോസ് തൻ്റെ അനുഭവം പറയുന്നത് തന്നെ, ഞാൻ മാംസരക്തങ്ങളോട് ആലോചിക്കാതെ നേരെ അറബിയിലേക്ക് പോയി എന്നത്രേ. ഇവിടെ വളരെയേറെ കാര്യങ്ങൾ നമുക്ക് പഠിക്കുവാൻ സാധിക്കും. മാംസരക്തങ്ങളോട് ആലോചിക്കാതെ, അവൻ മാംസരക്തങ്ങളോട് ആലോചിക്കുവാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടായിരുന്നു. ഇനിയും 18 വാക്യത്തിലേക്ക് നാം വരുമ്പോൾ അവിടെ കാണുന്നത്,
മൂവാണ്ട് കഴിഞ്ഞിട്ട് കേഭാവുമായി മുഖപരിചയമാകേണ്ടതിന് യെരുശലേമിലേക്ക് പോയി 15 ദിവസം അവനോടുകൂടെ പാർത്തു. ഈ വാക്യം അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 26 മുതൽ 29 വരെയുള്ള ആ വിവരണത്തോട് യോജിക്കുന്നുണ്ട്. കുറഞ്ഞത് 3 വർഷക്കാലം പൗലോസ് അറേബ്യയുടെ മരുഭൂമിയിലായിരുന്നു എന്ന് കാണുന്നു. ദൈവം തന്നെ ആളുകളെ എങ്ങനെ പരിശീലിപ്പിക്കുന്നു എന്നുള്ളത് വളരെ രസകരമാണ്. മോശയെ ദൈവം മരുഭൂമിയിൽ പരിശീലിപ്പിച്ചു. അബ്രഹാമിനെ ഒരു അതുല്യമായ സ്ഥലത്ത് കർത്താവാക്കി. അതുപോലെ ഏലിയാവിനെയും അതേ അനുഭവത്തിൽ നടത്തി. തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ ഒരു പ്രത്യേക രീതിയിൽ പരിശീലിപ്പിക്കുക എന്നത് ദൈവത്തിൻ്റെ ഒരു രീതിയാകുന്നു എന്ന് തോന്നുന്നു. ശൗലിൽ നിന്നും ഓടിപ്പോകുമ്പോൾ ദാവീദിനെ ഗുഹകളിലും കുന്നുകളിലും പരിശീലിപ്പിച്ചു. കർത്താവ് അതേ കാര്യം തന്നെ പൗലോസിൻ്റെ കാര്യത്തിലും ചെയ്തു. 3 വർഷത്തേക്ക് അറേബ്യയിലേക്ക് അയച്ചു. അതിനുശേഷം അവൻ യെരുശലേമിലേക്ക് പോയി. പത്രോസിനെ കണ്ട് അവനോടുകൂടെ 15 ദിവസം പാർത്തു. എന്തുകൊണ്ടായിരിക്കും അപ്പോസ്തലനായ പൗലോസിന് 3 വർഷത്തെ പരിശീലനം ലഭിച്ചത്? എന്തുകൊണ്ട് 2 വർഷമായില്ല, അല്ലെങ്കിൽ 4 വർഷമായില്ല? ഞാൻ ചിന്തിക്കുന്നത് മറ്റ് അപ്പോസ്തലന്മാർക്കെല്ലാം ലഭിച്ചതുപോലെ പൗലോസിനെയും കർത്താവ് തന്നോടുകൂടെ പഠിപ്പിക്കുകയായിരുന്നിരിക്കും. അതുകൊണ്ടാണ് മറ്റാർക്കും വെളിപ്പെടാതിരുന്ന പല മർമ്മങ്ങളും പൗലോസിന് ലഭിച്ചത്. അന്ന് ദൈവഹിതം അനുസരിച്ച് പോയതിനാൽ പൗലോസ് ക്രിസ്തീയ സഭയ്ക്ക് എത്ര വലിയ അനുഗ്രഹമായി മാറി. ഭാവിയിൽ ദൈവഹിതത്തിൽ മുൻപോട്ട് പോകുന്നവർ എന്നും സമൂഹത്തിന് അനുഗ്രഹമാണ്. ഓർത്തോണം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് യൂദായുടെ സ്ഥാനം ലഭിച്ചത് മത്യാസിനല്ല പൗലോസിനാകുന്നു എന്ന് ഈ കാരണങ്ങളാലാണ് ഞാനത് പറഞ്ഞത്. അവൻ മരുഭൂമിയിൽ കർത്താവിനാൽ 3 വർഷം പരിശീലിപ്പിക്കപ്പെട്ടു. 19-ാം വാക്യത്തിലേക്ക് നാം വരുമ്പോൾ അവിടെ കാണുന്നു, എന്നാൽ കർത്താവിൻ്റെ സഹോദരനായ യാക്കോബിനെ അല്ലാതെ അപ്പോസ്തലന്മാരിൽ വേറൊരുത്തനെയും കണ്ടില്ല. അപ്പോസ്തലനായ പത്രോസിനോടും കർത്താവിൻ്റെ സഹോദരനായ യാക്കോബിനോടും ഒഴികെ മറ്റാരോടും പൗലോസിന് കൂട്ടായ്മ കിട്ടിയില്ല. മറ്റാരെയും കണ്ടില്ല എന്നതാണ് കാരണം. കണ്ടവരിൽ നിന്നും അവൻ ഒന്നും ഈ പറഞ്ഞതുപോലെ പ്രാപിച്ചതുമില്ല. പ്രാപിച്ചില്ലെന്ന് മാത്രമല്ല, അങ്ങോട്ട് കൊടുക്കുകയാണ് ചെയ്തത്. അത് പത്രോസിനോടുള്ള ബന്ധത്തിൽ നാം കാണാൻ പോകുകയാണല്ലോ. 20-ാം വാക്യം, ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത് ഭോഷ്കല്ല എന്നതിന് ദൈവം സാക്ഷി. നാം മുമ്പ് സൂചിപ്പിച്ച ആധുനികൻ പറഞ്ഞല്ലോ, പൗലോസ് പല തത്വശാസ്ത്രങ്ങളും കൂട്ടിച്ചേർത്തൊരു സൂപ്പുണ്ടാക്കിയതാണ് സുവിശേഷമെന്ന്. എന്നാൽ പൗലോസ് ആരുടെയും പക്കൽ നിന്ന് അത് കടം വാങ്ങിയതല്ല എന്ന് തറപ്പിച്ച് പറയുകയാണ്. അത് മാത്രമല്ല, താൻ പറയുന്നത് കള്ളമല്ല എന്നും കൂട്ടിച്ചേർക്കുന്നു. എന്നാൽ ആ കള്ളം മറ്റൊരാളാണ് പറയുന്നത്. അതായത് പൗലോസ് പറയുന്നതിനെതിരായി പറയുന്നവർ എല്ലാവരും കള്ളം പറയുന്നവരുടെ ലിസ്റ്റിലാണ് എന്ന് പൗലോസ് സൂചിപ്പിക്കുന്നു. 21 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നു, പിന്നെ ഞാൻ സുറിയ, കിലിക്കിയ ദിക്കുകളിലേക്ക് പോയി. യഹൂദിയിലെ ക്രിസ്തു സഭകൾക്കോ ഞാൻ മുഖപരിചയമില്ലാത്തവനായിരുന്നു. മുമ്പ് നമ്മെ ഉപദ്രവിച്ചവൻ താൻ മുമ്പേ മുടിച്ച വിശ്വാസത്തെ ഇപ്പോൾ പ്രസംഗിക്കുന്നു എന്ന് മാത്രം അവർ കേട്ട് എന്നെ ചൊല്ലി ദൈവത്തെ മഹത്വപ്പെടുത്തി. യെരുശലേമിലുള്ള വിശ്വാസികൾ പൗലോസിനെ സ്വീകരിക്കുവാൻ മടിച്ചു എന്നാണ് ഇവിടെ പറയുന്നത്. ബർന്നബാസ് സഹായിച്ചില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ യെരുശലേമിലെ സഭയിൽ സ്വീകാര്യം ലഭിക്കുവാൻ പൗലോസിന് ദീർഘനാൾ കാത്തിരിക്കേണ്ടി വന്നേനെ. പൗലോസ് സഭയെ ഉപദ്രവിച്ചിരുന്നത് കൊണ്ട് അവനെ സ്വീകരിക്കുവാൻ അവിടുത്തെ വിശ്വാസികൾ അറച്ചു. എന്നാൽ രക്ഷിക്കപ്പെടുക എന്നാൽ എന്താണെന്ന് അവർ അറിഞ്ഞിരുന്നു. ഒരു മനുഷ്യനെ അപ്പാടെ മാറ്റുന്ന വിപ്ലവകരമായ അനുഭവം എന്താണെന്ന് അവർ അനുഭവിച്ചറിഞ്ഞിരുന്നു. എന്നിട്ടും തർസോസുകാരനായ ശൗൽ രക്ഷിക്കപ്പെടുമെന്ന് വിശ്വസിക്കാൻ പോലും അവർക്ക് കഴിഞ്ഞില്ല. അത്ഭുതം തന്നെയില്ലേ? അതെന്തോ അസാധ്യമായതുപോലെ. 21 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് തൻ്റെ മാറ്റത്തിന് ശേഷമുള്ള ആദ്യത്തെ വർഷങ്ങളുടെ ഒരു രൂപരേഖ തരികയാണ്. അത് അവൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും സന്തോഷപ്രദമായ വർഷങ്ങളായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. റോമലേഖനം 7-ാം അധ്യായത്തിൽ പ്രതിപാദിച്ചതുപോലെ ഒരുപക്ഷെ തൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ചില പരാജയങ്ങൾ വന്നതായി പറയുന്നു. പൗലോസിൻ്റെ ജീവിതത്തിൽ 3 ഘട്ടങ്ങളുണ്ടായിരുന്നു. ആദ്യത്തെ 2 ഘട്ടങ്ങൾ ഹ്രസ്വമായി നാം ചിന്തിച്ചാൽ, ഒന്ന് പൗലോസ് പ്രൗഢിയായ പരീശനായിരുന്ന ആ ഘട്ടം. ശക്തമായ മനസ്സിൻ്റെ ഉടമയും മോശയുടെ ന്യായപ്രമാണത്തിൽ നിപുണനുമായിരുന്ന പൗലോസ്. അവൻ്റെ ജീവിതകഥ എഴുതിയവരിൽ പലരും പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: പൗലോസ് ഒരിക്കലും രക്ഷിക്കപ്പെട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ തന്നെയും, താൻ ഒരു അപ്പോസ്തലനായി തീർന്നിട്ടില്ലായിരുന്നുവെങ്കിൽ തന്നെയും ലോകം അവനെക്കുറിച്ച് കേട്ടിരിക്കുമായിരുന്നു എന്ന്. അതിൽ ഒരു സന്ദേഹവുമില്ല. പൗലോസ് ഒരു അതുല്യ മനുഷ്യനായിരുന്നു. എന്നാൽ അവൻ ഒരു അഹംഭാവിയായ യുവ പരീശനായിരുന്നു ഒരിക്കൽ.
തനിക്കെല്ലാം അറിയാമെന്നായിരുന്നു അവൻ്റെ ധാരണ. അവൻ ക്രിസ്തുവിനെ വെറുത്തു. അവൻ ക്രിസ്തുവിൻ്റെ സഭയെയും വെറുത്തു. അതിനെ നശിപ്പിച്ചു കളയുവാൻ അവൻ ഉദ്യമിച്ചു. സഭയെ ഉപദ്രവിച്ചതിനാൽ അവൻ നിഷ്ഠൂരനായിരുന്നു. രണ്ടാമത്തെ ഘട്ടം ആരംഭിച്ചത് താൻ ദമസ്കോസിലെ ആ വഴിയിൽ വെച്ച് പൊടിയിൽ വീഴ്ത്തപ്പെട്ടപ്പോഴാണ്. ഒരു മിടുക്കനായ പരീശൻ താൻ യേശുക്രിസ്തുവിനെ അറിഞ്ഞിട്ടില്ല എന്ന് കണ്ടു. അവനെ അറിയുന്നത് തന്നെ ജീവനാണെന്ന് അവൻ അറിഞ്ഞിരുന്നില്ല. യേശു മരിച്ചുപോയി എന്നവൻ വിചാരിച്ചു. നീ ആരാകുന്നു കർത്താവേ എന്ന് ചോദിച്ചപ്പോൾ യേശു ആയിരിക്കുമെന്നൊരിക്കലും അവൻ പ്രതീക്ഷിച്ചു കാണില്ല. യേശുക്രിസ്തു മറുപടി പറഞ്ഞു, നീ ഉപദ്രവിക്കുന്ന യേശുവാണ് ഞാൻ. നീ എൻ്റെ സഭയെ ഉപദ്രവിക്കുമ്പോൾ അത് എൻ്റെ സഭയെയല്ല, എന്നെയാണ് നീ ഉപദ്രവിക്കുന്നത്. കർത്താവുമായി ഒരു പരിചയം വന്നപ്പോൾ ഉടനെ ചോദിക്കുകയാണ്, നിനക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യണം? കർത്താവിനെ കണ്ടുമുട്ടിയതിന് ശേഷം പൗലോസ് കുറേ സമയം അറേബ്യയിൽ ചെലവഴിച്ചു. ആദ്യ നാളുകളിൽ അവൻ വേലയ്ക്കായി ശ്രമിച്ചു, എങ്കിലും വേണ്ടതുപോലെ ചെയ്യാൻ സാധിച്ചില്ല എന്ന് താൻ കണ്ടു. അവസാനം അവൻ നിലവിളിച്ചു, അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ. ഈ മരണ ശരീരത്തിൽ നിന്നും ആരെന്നെ വിടുവിക്കും? അത് ഒരു അവിശ്വാസിയല്ല പറഞ്ഞത്. അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ആദ്യ ഘട്ടങ്ങളിൽ പറഞ്ഞതാണ്, രക്ഷിക്കപ്പെട്ടതിന് ശേഷം. അതിനുശേഷം അവൻ ആത്മാവിൽ നടന്നപ്പോഴുണ്ടായ മഹത്വമേറിയ ഘട്ടത്തിലേക്ക് വന്നു. ദൈവത്തിനു വേണ്ടി ജീവിച്ചതായ സമയം അതായിരുന്നു. ഇന്ന് നമുക്കും ആ സ്ഥലത്ത് എത്തേണ്ടതായ ആവശ്യമുണ്ട്. ഇന്ന് എത്രയോ അസന്തുഷ്ടരായ വിശ്വാസികളെയാണ് നമ്മുടെ ഇടയിലുള്ളത്. അവർ രക്ഷിക്കപ്പെട്ടവരാണ്, എന്നാൽ ജീവിതത്തിൽ യാതൊരു സന്തോഷമില്ലാത്ത വ്യക്തികൾ. രക്ഷിക്കപ്പെട്ടവർ എന്ന് അവകാശപ്പെടുമ്പോൾ തന്നെ യാതൊരു സന്തോഷവുമില്ലാത്തവരായി നാം ഗലാത്യ സഭയിലെ അനേകം വിശ്വാസികളെ കാണുന്നു. രക്ഷിക്കപ്പെട്ടവരുടെ മുഖമുദ്രയാണ് സന്തോഷമെന്ന് ഞാൻ പറയട്ടെ. എപ്പോഴും സന്തോഷിപ്പാൻ ദൈവവചനം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. ആ സന്തോഷം പ്രാപിക്കുവാൻ താങ്കൾക്ക് സാധിച്ചിട്ടുണ്ടോ? ഇന്നത്തെ പഠനം നിങ്ങൾക്ക് പ്രയോജനപ്രദമായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. കർത്താവിലെ സന്തോഷം പ്രാപിച്ച് അനുഗ്രഹിക്കപ്പെട്ടവരായി ജീവിപ്പാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദൈവം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ.